വളരെയധികം വേദനയോടുകൂടി, ഹൃദയവേദനയോടുകൂടി, കാരണം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പോലുമല്ല പുറത്തേക്ക് വരുന്നത്. അക്രമ രാഷ്ട്രീയത്തിനും കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയത്തിനും ചുക്കാൻ പിടിച്ച നേതൃത്വം നൽകിയ CK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും പോലെയുള്ള CPMന്റെ ക്രിമിനലുകൾക്ക് കുടപിടിക്കുന്ന, കുറേ സ്ഥിരമായി മത്സരിച്ച് തോക്കുന്ന, വല്ലപ്പോഴും മാത്രം ജയിക്കുന്ന കുറേ സ്ഥിരം മുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും SDPയെയും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനകളുമായി രഹസ്യ ബാന്ധവം പുലർത്തുകയും ചെയ്യുന്ന 34 വർഷക്കാലം എൻ്റെ ചോരയും വിയർപ്പും ഒഴുക്കിയ കേരള വിദ്യാർത്ഥി യൂണിയൻ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെ സമര പോരാട്ടങ്ങൾ തിരുവനന്തപുരത്ത് വിളിക്കുന്ന പല മാധ്യമപ്രവർത്തകർക്കും അറിയാം. അതിലൊരാൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറയുന്നത് പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആകാശ് തില്ലങ്കരിക്കും കൊടിസുനിക്കും കിർമാണി മനോജിനുമൊക്കെ പരവതാനി വിരിക്കുന്ന ചടങ്ങുകൂടി മാത്രമേ ഇനി കോൺഗ്രസ് പാർട്ടിയിൽ ബാക്കിയുള്ളൂ. പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായി നിന്ന ഒരാൾ എന്നുള്ള നിലയിൽ സർക്കാരിനെ അധികാരത്തിൽ നിന്നും തൂത്തെറിയുവാൻ തക്കവണ്ണം ശേഷിയുള്ള, അതിശക്തമായ യുവജന പ്രാതിനിധ്യമുള്ള, മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ള, ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുള്ള ഒരു പട്ടിക കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിച്ചു നിന്ന ഒരു സാധാരണക്കാരനായ കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. പക്ഷേ വിസ്മയങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കാത്തിരുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ഞങ്ങൾ അസ്തപ്രജ്ഞരായിപ്പോയി. കാരണം 1996, 2001 കാലഘട്ടത്തിലെ നായനാർ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ സമരങ്ങൾ നയിച്ച് 2001 ശ്രീ AK ആൻ്റണി ഗവൺമെൻറ്റിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ, 2006, 2011 കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായ സമരങ്ങൾ നയിച്ച് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ അധികാരത്തിലേറ്റുവാൻ വേണ്ടി കഷ്ടപ്പെട്ട KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി സർക്കാരിനെതിരെ കേരളത്തിൻ്റെ തിരുവോരങ്ങളിൽ പോരാട്ടം നടത്തുന്ന യൂത്ത് കോൺഗ്രസിൻ KSUവിൻ്റെയും നേതാക്കൾ, ജനസ്വാധീനമുള്ള, മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് അജ്ഞാനുവർത്തികളെയും നേതാക്കന്മാരുടെ അടിമകളായ ചില ആളുകളെയും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് കുറേ സ്ഥിരമായി മത്സരിച്ച് തോക്കുന്ന, വല്ലപ്പോഴും മാത്രം ജയിക്കുന്ന കുറേ സ്ഥിരം മുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്നലത്തേതോടുകൂടി കോൺഗ്രസിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും വലിയ വിരോധാഭാസം CPMൻ്റെ ആയ കാലത്ത് CPMന് വേണ്ടി പ്രവർത്തിച്ച് അധികാരത്തിൻ്റെ എല്ലാ ശ്രേണികളിലും എത്തി MLAമാരായവർ, MP മാരായവർ, ബോർഡിൻ്റെയും കോർപ്പറേഷൻ്റെയും ചെയർമാൻമാരായവർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായവർ ഉൾപ്പെടെയുള്ള ആളുകൾ. അതിലൊരാൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറയുന്നത് പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, ശ്രീ G. സുധാകരൻ. 2 തവണ MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ശ്രീമതി ഐഷ പോറ്റി. പീഡനത്തിൻ്റെ തീവ്രത 2 ആഴ്ച മുമ്പ് വരെ ഞാനടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അളന്നുകൊണ്ടിരുന്ന ശ്രീ PK ശശി. ഏറ്റവും വേദനാജനകമായ കാര്യം, കണ്ണൂർ ജില്ലയിലെ അക്രമ രാഷ്ട്രീയത്തിനും കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയത്തിനും ചുക്കാൻ പിടിച്ച നേതൃത്വം നൽകിയ CK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും പോലെയുള്ള CPMന്റെ ക്രിമിനലുകൾക്ക് കുടപിടിക്കുന്ന നേതാക്കന്മാരെ പിന്തുണച്ചുകൊണ്ടുള്ളൊരു പട്ടികയാണ് ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഇന്നലത്തേതോടുകൂടി പുറത്തുവിട്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ വളരെ വേദനയോടുകൂടി എല്ലാ യോഗങ്ങളിലും സംസാരിക്കുകയും ഞങ്ങളുടെ പാർട്ടി മീറ്റിങ്ങുകളിലും പബ്ലിക് മീറ്റിങ്ങുകളിലൊക്കെ പറയുകയും ചെയ്യുന്ന രക്തസാക്ഷികളുടെ പേരുകളുണ്ട്. കൃപേഷ്, ശരത് ലാൽ, ഷുഹൈബ്. അവരുടെയൊക്കെ കൊലയാളികൾക്ക് സംരക്ഷണം ഒരുക്കിയ, കണ്ണൂർ ജില്ലയിലെ അക്രമ രാഷ്ട്രീയത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും ചുക്കാൻ പിടിച്ച ഈ നേതാക്കന്മാരെ പിന്തുണയ്ക്കുന്നതിലൂടെ അവരുടെ ആത്മാവിനോട് പോലും നീതി പുലർത്തുവാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമായൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ആകാശ് തില്ലങ്കരിക്കും കൊടിസുനിക്കും കിർമാണി മനോജിനുമൊക്കെ പരവതാനി വിരിക്കുന്ന ചടങ്ങുകൂടി മാത്രമേ ഇനി കോൺഗ്രസ് പാർട്ടിയിൽ ബാക്കിയുള്ളൂ. ഇതൊന്നും കണ്ടു നിൽക്കുവാൻ ആത്മാർത്ഥതയുള്ള, പ്രവർത്തിക്കുന്ന, കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തകരോടൊപ്പം സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത ഒരു സമര പോരാളി, ഒരു സാധാരണക്കാരനായ കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഇനിയും ഇതൊന്നും കണ്ടു നിൽക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നും വളരെയധികം വേദനയോടുകൂടി, ഹൃദയവേദനയോടുകൂടി, കാരണം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പോലുമല്ല പുറത്തേക്ക് വരുന്നത്. 1992 മാർവാനിയസ് കോളേജിൽ ഒരു KSU പ്രവർത്തകനായി കടന്നു വന്ന കാലഘട്ടം മുതൽ 34 വർഷക്കാലം
എൻ്റെ ചോരയും വിയർപ്പും ഒഴുക്കിയ കേരള വിദ്യാർത്ഥി യൂണിയൻ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെ സമര പോരാട്ടങ്ങൾ തിരുവനന്തപുരത്ത് ഇവിടെ ഇരിക്കുന്ന പല മാധ്യമപ്രവർത്തകർക്കും അറിയാം. നിരവധി തവണ ലാത്തി ചാർജ് ഏറ്റുവാങ്ങി SFIക്കാരുടെ ക്രൂരമായ മർദ്ദനത്തിനിരയായി പലതവണ ജയിൽവാസം അനുഭവിച്ച ഒരു KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുക എന്നുള്ളൊരു തീരുമാനം എത്രമാത്രം ഹൃദയ വേദനാജനകമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പറയണമെന്ന് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് പറയുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഞാൻ പാർട്ടിയിൽ നിന്നുള്ള എൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചിട്ടാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് BJP എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒറ്റ ഉത്തരമേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഭരണാധികാരി, ഇന്ത്യയെ വികസനത്തിലേക്ക് നയിക്കുന്ന, ഇന്ത്യയിലെ ശതകോടി ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി കാണുന്ന, അവരുടെ നെഞ്ചിലേറ്റിയ ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസിത ഭാരതം എന്നുള്ള ആ സ്വപ്നം നെഞ്ചിലേറ്റി വികസിത ഭാരതത്തിനോടൊപ്പം വികസിത കേരളവും ഉണ്ടാകണമെന്നുള്ള ഒരു വിഷനോടുകൂടി വ്യക്തമായ ലക്ഷ്യവും പദ്ധതികളുമായി കേരളത്തിലേക്ക് പുരോഗതിയിലേക്കും വികസനത്തിലേക്കും നയിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്ത് നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ വേണ്ടി പരിശ്രമം നടത്തുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും ഒരു എളിയ ജനാധിപത്യ വിശ്വാസി എന്നുള്ള രീതിയിൽ പിന്തുണ നൽകണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഞാൻ BJPയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. കപട മതേതരത്വം പറഞ്ഞ് ഭൂരിപക്ഷ സാമുദായിക നേതാക്കന്മാരുടെ വീടുകളിൽ കടന്നു ചെല്ലുന്നതൊരു തെറ്റാണ് എന്ന് പരസ്യമായി പറയുകയും രഹസ്യമായി ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും ജമാഅത്തെ ഇസ്ലാമിയും SDPയെയും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനകളുമായി രഹസ്യ ബാന്ധവം പുലർത്തുകയും ചെയ്യുന്ന ഇടത് വലത് മുന്നണികളുടെ ആശയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് വികസനം മാത്രം, കപട മതേതരത്വം മാറ്റിവെച്ചുകൊണ്ട് വികസനം മാത്രം, സങ്കുചിതമായ സാമുദായിക മത താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് വികസിത കേരളം എന്നുള്ള ഒരു സ്വപ്നവുമായി ആ ലക്ഷ്യത്തിലേക്ക് ഈ കേരളത്തിലെ ജനങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ പരിശ്രമിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയോടൊപ്പം BJPയിൽ പ്രവർത്തിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്.